ചിലർക്കെങ്കിലും അറിയാം ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ദേശീയ ശാസ്ത്ര ദിനമാണ്, നാഷണൽ സയൻസ് ഡേ ആണ്. ഡോക്ടർ സി വി രാമൻ അദ്ദേഹത്തിൻ്റെ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ ദിവസമാണ് ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. തൻ്റെ അഭിനിവേശം, ആഗ്രഹമെന്തോ അത് പിന്തുടരാൻ സി വി രാമൻ എന്ന ശാസ്ത്രജ്ഞനെടുത്ത ധീരമായ തീരുമാനമാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം 19 വയസ്സുള്ളപ്പോൾ സി വി രാമൻ ഇന്ത്യൻ ധനകാര്യ വകുപ്പിൽ അസിസ്റ്റന്റ് അക്കൗണ്ട് ജനറലായി കൊൽക്കത്തയിൽ ജോലി ചെയ്യുന്നു. ആ സമയത്താണ് യാദൃച്ഛികമായി കൽക്കട്ടയിലെ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ബോർഡ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശാസ്ത്രമാണ് പഠിച്ചത് എന്നതുകൊണ്ട് തന്നെ രാമൻ അത് വല്ലാത്ത കൗതുകമായി. അദ്ദേഹം വേഗം സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി. ആ പോക്ക് വല്ലാത്തൊരു പോക്കായിരുന്നു കേട്ടോ. സി വി രാമനിലെ പഴയ ശാസ്ത്ര വിദ്യാർത്ഥി പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റു. വൈകുന്നേരം ഓഫീസിലെ ജോലി തീർന്നാൽ പിന്നെ ഏറ്റവും വേഗം മടങ്ങിയെത്തുന്നത് ഈ സ്ഥലത്തേക്കായി. അവിടേക്ക് യാത്ര സ്ഥിരമായി. അദ്ദേഹത്തിന് അവിടെ പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് അഡിക്ഷനായി മാറി. രാമൻ്റെ ശാസ്ത്ര വൈദഗ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട കൽക്കട്ട സർവകലാശാല 1917 അദ്ദേഹത്തിൻ്റെ പുതിയതായി സ്ഥാപിതമായ ചെയർ ഓഫ് ഫിസിക്സ് സ്ഥാനം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. ഏടം വലം നോക്കാതെ സ്ഥിരതയുള്ള തൻ്റെ സിവിൽ സർവീസ് ജോലി അദ്ദേഹം രാജിവെച്ച് കളഞ്ഞു. അനിശ്ചിതത്വമുള്ള കരിയർ രാമൻ ഏറ്റെടുത്തു. വളരെ സന്തോഷത്തോടെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള രാമൻ്റെ ആ തോന്നലായിരുന്നു 1928 രാമൻ ഇഫക്റ്റ്, സി വി രാമൻ ഇഫക്റ്റ് അഥവാ രാമൻ പ്രഭാവം കണ്ടെത്തുന്നതിലേക്കും 1930 ഇന്ത്യക്കാരെ മുഴുവൻ അഭിമാന പുളകിതരാക്കി ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യയിലേക്ക് വന്നതും. സി വി രാമൻ എന്ന അതികായനെ, ശാസ്ത്രജ്ഞനെ നമ്മൾ അറിയാതെ ആവേശത്തോടെ ഓർത്തുപോകുന്നു. അഭിനിവേശം നമുക്ക് എന്തിനോടാണോ അത് പിന്തുടരുക. ജീവിത വിജയം ഉറപ്പാണ്. ഇന്നലെ ഞാൻ വിജയ് ഭവ എന്ന് പറയുന്നൊരു സംഘടനയുടെ അവാർഡ് സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെയും ഇതേപോലെ ഒരാളെ കണ്ടു. ശ്രീ ബാലഗോപാൽ. അദ്ദേഹം IAS 8 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തമായ പെൻബോൾ എന്ന ബ്ലഡ് ബാഗ് നിർമ്മിക്കുന്ന കമ്പനി തിരുവനന്തപുരത്ത് വിളപ്പിൽ എന്ന ഗ്രാമത്തിൽ ആരംഭിച്ചത്. ഈ വിളപ്പിൽ ശാല എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, ഈ മാലിന്യം തൂകുന്നൊരു സ്ഥലം, മാലിന്യത്തിനുള്ള ഫാക്ടറി, അത് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നമുണ്ട്. ഈ വിളപ്പിൽ എന്ന ഗ്രാമത്തിൽ, അതായത് ഏഷ്യാനെറ്റിൻ്റെ പഴയ സ്റ്റുഡിയോയുടെ തൊട്ട് മുന്നിലാണ് ഈ ജാപ്പനീസ് കമ്പനിയുടെ കൊളാബറേഷനോടെ അദ്ദേഹം തുടങ്ങിയത്. ഈ ബാലഗോപാൽ എന്ന് പറയുന്ന ആൾ ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ് കയറ്റി വിടുന്ന കമ്പനികളിൽ 2-3 കമ്പനികളൊന്ന് ഈ തിരുവനന്തപുരത്തെ ഈ കമ്പനിയാണ്. നമ്മൾ എത്ര പേർക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം 8 കൊല്ലം IAS തുടരുകയും ആ കാലത്ത് അത് വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു. ഇന്നിപ്പോൾ അത് ഒരു മൾട്ടിനാഷണൽ കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, സി വി രാമനെ പോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ളത് ഒരു ഇങ്ങനൊരു സ്ഥാപനമായിരുന്നു. അതിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം ഇതിൽ വലിയ വിജയം നേടി. ഇന്നലെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് മനസ്സിൻ്റെ സുഖം ഉണ്ടായിരുന്നു. കുറേ കാലം ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തെങ്കിൽ അന്നൊന്നും ഇദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണുകയായിരുന്നു. കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ ഇതാണ് ഇന്ന് സി വി രാമൻ ഇഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിരിക്കണം നമ്മുടെ ശ്രമം. ആരെങ്കിലും മാതാപിതാക്കളോ മറ്റുള്ളവരോ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ആ ജോലിയിലൂടെ പോകരുത്. പല രക്ഷകർത്താക്കൾക്കും ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകും. എൻ്റെ കുട്ടി ഇന്നത് തന്നെ പഠിക്കണം, അവൻ ശാസ്ത്രജ്ഞനാവണം, MBBS കാരനാവണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം. അങ്ങനെ പുതിയ കാലത്ത് ചടിക്കാൻ പാടില്ല. ഓരോ കുട്ടിക്കും അവൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, അവൻ ആ വഴിക്ക് പോകട്ടെ.